ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും അടപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്, അതും സോഡ കുപ്പിയുടെ അടപ്പ്. അപ്പോൾ സോഡ കുപ്പിയുടെ അടപ്പ് വെച്ച് ഇതിനു മുന്നേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്, അത് കാണാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ക്രിസ്മസ് ക്രാഫ്റ്റുകൾ ചെയ്തിട്ടുണ്ട്, അത് കാണാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. എന്നിട്ട് ഒരു പ്ലാസ്റ്റിക് അടപ്പ് എടുത്തിട്ടുണ്ട് ഇതുപോലത്തെ, അത് ഐസ്ക്രീം പാത്രത്തിൻ്റെയോ അല്ലെങ്കിൽ ഫുഡ് കണ്ടെയ്നേഴ്സ് ഏതെങ്കിലും ഒരു അടപ്പ് എടുക്കുക. ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഇല്ലെങ്കിൽ നമ്മുടെ കാർഡ്ബോർഡ് പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഒരു റിംഗ് പോർഷൻ മാത്രം നിർത്തി അകത്തെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് നമ്മൾ സോഡാ കുപ്പി അടപ്പ് ഓരോന്നോരോന്നായിട്ട് അടുക്കി ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ സോഡാ കുപ്പി അടപ്പ് ചുളുങ്ങാത്ത ഒടിയാത്തതും വേണം നമ്മൾ ഒട്ടിച്ചു കൊടുക്കാനായിട്ട്, എന്നാലേ ഭംഗി ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഗ്രീൻ കളറിലെ പെയിൻറ്റ്, അക്രിലിക് പെയിൻറ്റ് നമ്മൾ ഫുള്ളായിട്ട് കൊടുക്കാം. ഒരു 2 കോട്ടെങ്കിലും കൊടുക്കണം കേട്ടോ, എന്നാലേ ആ അടപ്പിന് കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കണം. എന്നിട്ട് ഒരടപ്പിനുള്ള ഗ്യാപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്, അവിടെയാണ് നമ്മൾ ചെയ്യാൻ പോണേ. അപ്പോൾ നമ്മൾ ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്, അതും നമ്മൾ ഗ്ലിറ്റർ ഫോം ഷീറ്റ് നമ്മൾ ബെറി ലീവ്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 3-4 എണ്ണം കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് തെർമോക്കോൾ ബോൾസ് എടുത്തിട്ടുണ്ട്, അത് റെഡ് കളർ ഉണ്ടെങ്കിൽ അതെടുക്കാം. വൈറ്റ് ആണെങ്കിലും നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ മുത്തുകൾ, നല്ല വലിയ മുത്തുകൾ ഉണ്ടെങ്കിൽ, റെഡ് കളർ മുത്തുകൾ ഉണ്ടെങ്കിൽ അതായാലും എടുത്താൽ മതിയാവും കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഭാഗത്ത് നമ്മൾ ആ ലീവ്സ് ഒട്ടിച്ചു കൊടുക്കാം. ലീവ്സ് ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം. ഒരു 3-4 എണ്ണം ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ തെർമോക്കോൾ ബോൾസ് നിറച്ചൊട്ടിക്കാം. കാണാൻ നല്ല ഭംഗിയാണ്, അത് ഒട്ടിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ, നല്ല ക്യൂട്ടാണ്. എന്നിട്ട് നമ്മൾ റെഡ് കളറിലെ റിബൺ ബോ നമ്മൾ താഴ്ത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൽ ഗോൾഡൻ കളറിലെ മുത്തുകൾ ഒരു 3 എണ്ണം വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു. നമ്മുടെ ക്രിസ്മസ് റീത്ത് റെഡി ആയിട്ടുണ്ട്. ഹാങ് ചെയ്യാൻ പറ്റുന്നതാണ്. ഹാങ് ചെയ്യാനായിട്ട് നമ്മൾ ഫ്ലവർ മേക്കിംഗ് കമ്പിയാണ് ബാക്ക് സൈഡിൽ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. അതിന് പകരം നമുക്ക് ത്രെഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എളുപ്പമാണ്. അപ്പോൾ ഈ ക്രിസ്മസിന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി നമ്മുടെ ക്രിസ്മസ് ട്രീയിൽ ഇട്ട് നോക്കുക. അപ്പോൾ എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.